എസ് ആൻഡ് എസ് കുക്ക് ബുക്ക്. ഞാനിന്ന് പെപ്പർ ചിക്കനാണ് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണാം. ഒരു 10 പീസ് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പെപ്പർ, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ സാദാ ജീരകം, 2 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സവാള മുഴുവനായിട്ട്, വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്, അരിഞ്ഞു വെച്ചത്, 3 ഗ്രീൻ ചില്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോയാ സോസ്, ഒരു പാൻ അടുപ്പത്ത് വച്ചിട്ട് കുരുമുളക്, മല്ലി, പെരിഞ്ജീരകം, ജീരകം, മഞ്ഞൾപ്പൊടി ഇട്ട് ഇച്ചിരി വറുക്കണം. വറന്നിട്ടുണ്ട്, ചെറുതായിട്ട് വളർത്തിയാൽ മതി. ഇനിയിപ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പാനിൽ. ഗ്രാമ്പു, പട്ട, ഏലം ഇട്ട് കൊടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വഴറ്റുക. നല്ല പച്ച മണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പച്ച മണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക. ഈ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അടുത്തതായി ചിക്കൻ ഇട്ട് കൊടുക്കുക. വഴറ്റി തന്നു. നമ്മളുള്ള പൊടിച്ച് വച്ചിരിക്കുന്ന മസാല ചേർക്കുക. ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. ശകലം വിനീഗറും ഒഴിച്ച് വഴറ്റി കൊടുക്കുക. ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ച് വേകാൻ വയ്ക്കണം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ പെപ്പർ ചിക്കൻ ആണെങ്കിൽ ഫ്രൈഡ് റൈസ്, പൊറോട്ട, ചപ്പാത്തി ഇതിനെല്ലാം ചേരുന്ന നല്ല ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതിനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.